ഹലോ ഗൈസ്, ഗുട്ടൻ ടാഗ്. കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ തൊട്ട് എനിക്ക് കുറേ അധികം മെസ്സേജസ് വന്നു. ടെൽക്ക് എക്സാമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ വിചാരിച്ചു എന്നാൽ ഇന്നത്തെ വീഡിയോ ടെൽക്ക് തന്നെ ആവാന്ന്. കാരണം ഞാൻ എഴുതിയത് ടെൽക്ക് എക്സാം ആയിരുന്നു. അതുകൊണ്ടിട്ട് എനിക്ക് എൻ്റെ എക്സാമിൽ ഞാൻ എങ്ങനെയൊക്കെയാണ് പഠിച്ചതെന്നും അല്ലെങ്കിൽ എന്താണ് ആ എക്സാം എന്ന് നിങ്ങൾക്കൊന്നൊരു ധാരണ തരണമെന്ന് തോന്നി. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് ടെൽക്ക്. അപ്പോൾ എന്താണ് ടെൽക്ക് എക്സാം അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. അതായത് ജർമ്മൻ ലാംഗ്വേജ് എക്സാം പലതുണ്ട്. അതായത് ലെവൽസ് അല്ല, എക്സാമിൽ പല പല പേരുണ്ട്. അങ്ങനെ ഉള്ള എക്സാമിൽ ഗോയിത്തെ, ടെൽക്ക്, ECL, OSD അങ്ങനെ ഉള്ളതിൽ ഒരു എക്സാമാണ് ടെൽക്ക്. ഈ ടെൽക്ക് എക്സാമിന്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ വാല്യൂഡ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഈ എക്സാമിന് വാലിഡിറ്റി ഇല്ല. അതായത് എക്സാമിന്റെ മൊഡ്യൂൾസ് 4 ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല, വാലിഡിറ്റി ഇല്ല. അല്ല, നിങ്ങൾക്ക് ഒരു മൊഡ്യൂൾ വെച്ചാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് സ്പ്രഷൻ ഉണ്ട്, മറ്റേതില്ല, അങ്ങനെയാണെങ്കിൽ സ്പ്രഷൻ്റെയൊക്കെ വാലിഡിറ്റി 12 മാസമാണ്. അല്ലാതെ നിങ്ങൾക്ക് 4 ഒരുമിച്ച് കിട്ടിയതാണ് അല്ലെങ്കിൽ ഒരുമിച്ച് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് എന്തില്ല, വാലിഡിറ്റി ഇല്ല. പിന്നെ അതേപോലെ തന്നെ പറയാനുള്ളത് ടെൽക്ക് എക്സാം എങ്ങനെയാണെന്നുള്ളത്. ടെൽക്ക് എക്സാം വരുന്നത് 2 പാർട്ടായിട്ടാണ്. ഒന്ന് ഷ്രിഫ്റ്റ്ലിഷി ഔസ്ഡ്രുക്കും, 2 മുൻഡ്ലിഷി ഔസ്ഡ്രുക്കും. ഷ്രിഫ്റ്റ്ലിഷി ഔസ്ഡ്രുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റിംഗ് പാർട്ടാണ്. അതായത് റൈറ്റിംഗ് പാർട്ട് വരുന്നത് ലേസൺ, ഹ്യോറൻ, ഷൈബൻ, സ്പ്രാഹ്ബോസ്റ്റേനെ. ദെൻ ഓറൽ പാർട്ട്, അതായത് മുൻഡ്ലിഷി ഔസ്ഡ്രുക്ക് പറഞ്ഞിട്ട് അതിൽ വരുന്നത് സ്പ്രഷൻ മാത്രം. അപ്പോൾ നിങ്ങൾക്ക് എക്സാം അങ്ങനെ തന്നെയായിരിക്കും. ഈ 3 ആണെങ്കിൽ 4 ഒരുമിച്ചും 1 ഒറ്റക്കാണ്. അതായത് സ്പ്രഷൻ ഒറ്റക്കുമാണ്. അതായത് മാർക്ക് വരുന്നത് അങ്ങനെ തന്നെയാണ്. ഈ 4 കൂടി കൂട്ടി 135 മാർക്സും വേണം. മറ്റേതിന് 45 മാർക്സ് ഉണ്ടെങ്കിലാണ് നിങ്ങൾ ജയിക്കുക. ടോട്ടൽ മാർക്ക് 225 ആണ്. അതായത് ഈ ഷ്രിഫ്റ്റ്ലിഷി ഔസ്ഡ്രുക്കിന്റെ ടോട്ടൽ മാർക്ക് 225ഉം മുൻഡ്ലിഷി പ്രൂഫിങ്ങിന്റെ ടോട്ടൽ മാർക്ക് 75 ആണ്. അതിൽ നിങ്ങൾക്ക് മുൻഡ്ലിഷി പ്രൂഫിങ്ങിന് 45ഉം ഷ്രിഫ്റ്റ്ലിഷി പ്രൂഫിങ്ങിന് മൊത്തത്തിൽ 135 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താവാം, പാസ്സാവാം. പിന്നെ അതേപോലെ തന്നെ ഈ ലേസൺ, ഹ്യോറൻ, ഷൈമൻ ഒറ്റക്കൊറ്റ പറയാം. ലേസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, പ്രത്യേകിച്ചൊന്നും പറയേണ്ട. എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇമെയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടാവും, അത് വായിക്കുക. ദെൻ അടിയിലുള്ള ക്വസ്റ്റ്യൻസിന് അതുമായിട്ട് ബന്ധപ്പെട്ട് ആൻസേഴ്സ് ചെയ്യുക. ദെൻ ഹ്യോറൻ അതേപോലെ തന്നെ നിങ്ങൾ കേൾക്കുക, അതായത് ഇൻഫർമേഷൻസ് കേൾക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും അനൗൺസ്മെന്റ് കേൾക്കുക, എന്തെങ്കിലും ന്യൂസ് കേൾക്കുക, റേഡിയോ കേൾക്കുക, എന്നിട്ട് അതിൽ നിന്നിട്ട് ചോദ്യത്തിന് ഉത്തരം എഴുതുക. ദെൻ അടുത്തെന്നുണ്ടെങ്കിൽ ഷൈബൻ നിങ്ങൾക്ക് ഗോയിത്തിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ കുറച്ച് എന്താ പറയുക, എളുപ്പമാണെന്നല്ല, ഷൈബനാകെ നിങ്ങൾക്ക് ഒരു ടൈലുള്ളത്, അതായത് ഒരു പാർട്ടേ ഉള്ളൂ. ഒരു ഇമെയിൽ എഴുതിയാൽ മതി. ആ ഇമെയിലാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ബെഷ്വേഡ്, അല്ലെങ്കിൽ ബിറ്റിയോം ഇൻഫോമക്സിയോൺ. ബെഷ്വേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലൈന്റ് എഴുതുക. എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി നിങ്ങൾക്ക് അവിടെ നിങ്ങൾ എന്താ സുഫ്രീഡൻ അല്ല, അല്ലെങ്കിൽ എന്താ അവിടെ നിങ്ങൾ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല, അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ വേണ്ടി എഴുതുന്ന കംപ്ലൈന്റ്. അതിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ. എന്താണ് ഷൈബൻ വേറെ, ഹ്യോറൻ വേറെ, സ്പ്രഷൻ വേറെ, അങ്ങനെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വരുന്നത് സ്പ്രാഹ്ബോസ്റ്റേനെ. ഇത് നിങ്ങൾ കേട്ട് പഠിച്ചിട്ടുണ്ടാവത്തില്ല. അതായത് ഗോയിത്തെ പഠിച്ചവർ കേട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. സ്പ്രാഹ്ബോസ്റ്റേൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രാമറിന് വേണ്ടി ഒരു പാർട്ടുണ്ട്. ടെൽക്കിന് ഗ്രാമറിന് വേണ്ടി ഒരു പാർട്ടാണ് സ്പ്രാഹ്ബോസ്റ്റേനെ. അതിലാണെങ്കിലും 2 ടൈലാണ് ഉള്ളത്. ഫസ്റ്റ് ടൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രാമാറ്റിക് എന്തോരം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഗ്രാമാറ്റിക്കിൽ എത്രത്തോളം സ്കില്ലുണ്ട് എന്നറിയാൻ വേണ്ടിയുള്ള ഒരു ടൈലാണ് ഫസ്റ്റ് ടൈൽ. അതിൽ നിങ്ങൾക്ക് കൂടുതലും വെർബം വിട്ട് പ്രപ്പോസിക്സിയോൺ, റിഫ്ലെക്സീവ് വെർബ്, അങ്ങനത്തെ അല്ലെങ്കിൽ മറ്റേത് നോമൻ വെർബ്, ഫെർബിൻഡിങ്ങൻ, അതൊക്കെ ആയിരിക്കും കൂടുതൽ വരിക. അപ്പോൾ അത് വെച്ചിട്ടാണ് നിങ്ങളുടെ ഫസ്റ്റ് ടൈൽ വരിക. അതായത് സെക്കൻഡ് ടൈൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വേർഡ് ഷാർട്സ് അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അത് വേർഡ് ഷാർട്സ് ആയിരിക്കും കൂടുതൽ കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യമായിരിക്കും. അതിൽ നോമൻ വെർബ്, ഫെർബിൻഡിങ്ങൻ വരും. അതാണ് ഒരു മെയിൻ സംഭവമായിട്ട് എനിക്ക് സ്പ്രാഹ്ബോസ്റ്റേനെ തോന്നിയത്. ദെൻ അടുത്ത സാധനം ഈ മുൻഡ്ലിഷി പ്രൂഫിങ്ങിൽ 3 ടൈലാണ് ഉള്ളത്. ഫസ്റ്റ് ടൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ടൈൽ അല്ല, നിങ്ങൾ എല്ലാ എക്സാമിനും പോലെ തന്നെ ഫോർസ്റ്റിലും മസ്റ്റ് ആണല്ലോ. അത് കഴിഞ്ഞ് ഫസ്റ്റ് ടൈൽ വരുന്നത് ഒരു 9 ടോപ്പിക്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് എക്സാമിന് മുമ്പ് എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോകാം. അതായത് നിങ്ങൾ അതിനെ പ്രിപ്പയർ ചെയ്ത് വെച്ച് പോയിട്ട് അവിടെ ചെന്നിട്ട് നിങ്ങളത് പ്രസന്റ് ചെയ്താൽ മതി. പക്ഷെ അവർക്ക് തോന്നരുത് നിങ്ങളത് കാണാപ്പാടെ പഠിച്ചു വന്നേക്കുന്നത്. നിങ്ങളുടെ സ്വന്തം ഐകനെ വേർഡ്സ് വെച്ചിട്ട് ഉണ്ടാക്കി അവിടെ നിന്ന് നിങ്ങൾക്ക് വരും. സ്വാഭാവികമായിട്ടും നിങ്ങൾ B2 സ്റ്റുഡൻ്റ് ആണെങ്കിൽ എന്തായാലും നിങ്ങളുടെ വായിൽ നിന്ന് ആ സാധനം വരും. അപ്പോൾ ആ 9 ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ എർഫാർമ് പറയാം. ഒരാളുടെയും കണ്ടുവെച്ച് പറയാൻ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ എന്താണോ അതിൽ എർഫാർമ് ചെയ്തിട്ടുള്ളത് അത് പറയാം. അതായത് 9 ടോപ്പിക്സും വളരെയധികം എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് പറയാനുള്ള ടോപ്പിക്സ് ആണ്. നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് എല്ലാത്തിനെയും കുറിച്ചും കോറായിട്ട്, അല്ലെങ്കിൽ ഓരോ സാധനത്തിനെയും കുറിച്ചും സ്പെഷ്യലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. എന്താണോ വേണ്ടത് അത് മാത്രം ഞാൻ ചെയ്തു തരാം. ഓക്കെ. ദെൻ അടുത്തത് സെക്കൻഡ് ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്കസ്യോൺ ആണ്. 2 ടോപ്പിക്സ് വരിക, അതിനെക്കുറിച്ചിട്ട് ഫോട്ടോയിൽ നഹ്റ്റയിൽ പറയുക, ഒരു ഡിബേറ്റ് പോലെ ആ ഒരു സാധനം. ദെൻ തേർഡ് ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാനിങ് ആണ്. അതായത് സുസാമൻ ഫാസുമിൽ എത്തണം, അവസാനം നമ്മളൊരു സംഭവത്തിൽ എത്തണം. അതായത് എന്തെങ്കിലും ഒരു
ഒക്കേഷൻ തരിക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി തരിക. എന്നിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം. ഇപ്പോൾ ബർത്ത്ഡേ തരാണെങ്കിൽ നിങ്ങൾക്കൊക്കെ പ്ലാൻ ചെയ്യാൻ അറിയാൻ പറ്റും. കാരണം A1 തൊട്ടിട്ട് ബർത്ത്ഡേ പ്ലാനിങ് പഠിച്ചുകൊണ്ടിരിക്കുക. അത് ഭാഗ്യമുള്ളവർക്ക് അത് കിട്ടും, പക്ഷെ എല്ലാവർക്കും കിട്ടണമെന്നില്ല. പിന്നെ ചിലപ്പോൾ എന്ത് കിട്ടും, ഫെറാൻസ് കിട്ടും, എക്സിബിഷൻ നടത്താമെന്ന് പറഞ്ഞ് കിട്ടും. പിന്നെ എന്ത് കിട്ടും, മറ്റേ പ്രൊജക്ട് ചെയ്യണം ക്ലാസ്സിൽ, അതിന് വേണ്ടി നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ കിട്ടും. എനിക്ക് കിട്ടിയിട്ട് ഈ കൾച്ചറൽ പ്രോഗ്രാം നടത്തണം, അതിന് നിങ്ങൾ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ പ്രോഗ്രാം അതിൽ ഇൻക്ലൂഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ചെയ്യാൻ വേണ്ടി എനിക്ക് കിട്ടിയത്. അപ്പോൾ ഓരോരുത്തർക്കും പലതായിരിക്കും. ബട്ട് ഒരു പ്ലാൻ ചെയ്യാനുള്ളൊരു മെയിൻ ടോപ്പിക്സ് ഉണ്ട്, മെയിൻ പോയിന്റ്സ് ഉണ്ടാവുമല്ലോ, അത് പഠിച്ചു വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ടെൽക്ക് എക്സാം. ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഇപ്പോൾ A1 കുറിച്ച് അല്ലെങ്കിൽ A2, B1, B2 അങ്ങനെ ഓരോ ലെവലിലും എന്തൊക്കെയാണ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ എത്ര സമയമാണുള്ളത്, അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ചൂസ്.